ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ഭയമുണ്ട്, കുറേ ബഹുമാനമുണ്ട്. കാരണം മലയാള സിനിമയെ ഗതി തിരിച്ചു വിട്ട ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പുതിയ സിനിമ റിലീസായിരിക്കുന്നു, ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അഭിനയിച്ചിരിക്കുന്നു. മാം എപ്പോഴും പറയണ പോലെ സിനിമയായാലും സീരിയലായാലും വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മലയാള സിനിമ ഇപ്പോൾ വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിലൊക്കെയാണ്. മഞ്ഞുമൽ ബോയ്സും മറ്റു സിനിമകളൊക്കെ ഇറങ്ങി എല്ലാവരും മലയാളം സിനിമ ഉറ്റുനോക്കുന്ന ഒരു സമയത്താണ് മാമിൻ്റെ ഒരു സിനിമ ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റം തോന്നിയോ? അല്ല, എനിക്ക് ഒന്നാമത്തെ ജോജു സാറിന് നന്ദി പറയാണ്. ബിക്കോസ് പുള്ളി വന്ന് എന്നെ അപ്രോച്ച് ചെയ്ത വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്, ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്ത് പോയിരുന്നു, തിരിച്ച് വന്നപ്പം പുള്ളി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നെ വന്ന് കണ്ട് പറഞ്ഞ് കഥാപാത്രം എന്താണെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുത്ത്, അങ്ങനെ ആ ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഇഷ്ടമായി എനിക്ക്. വെച്ചാൽ കുറേ വർഷങ്ങളായി അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് കഥ പറഞ്ഞ് എന്താ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഫോണിൽ കൂടി ഞങ്ങൾ പടം ചെയ്യാൻ റെഡിയാണോ, അതായത് നാളെ ഷൂട്ടിംഗ് ഉണ്ടാവും, മറ്റന്നാൾ ഷൂട്ടിംഗ് ഉണ്ടാവും, വരുമോ, ഇതാണ് ഇപ്പോഴത്തെ രീതി. പണ്ട് അങ്ങനെയല്ലല്ലോ നമ്മൾ. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു രീതിന് പുള്ളിക്കാരൻ വന്ന് അപ്രോച്ച് ചെയ്ത വിധം ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അത് ആ ഒരു നന്ദി എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. എനിക്ക് ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ ആക്ടേഴ്സിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഡയറക്ടർമാരോട് എപ്പോഴും ഒരു ബഹുമാനമുണ്ട്. എത്രയൊക്കെ ബന്ധം ഉണ്ടായാലും ക്യാമറ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ക്യാമറയുടെ പിറകെ നിന്ന് കഴിഞ്ഞാൽ അവിടെ തൊട്ട് അവരെ നിങ്ങൾ സാറിനെ അഡ്രസ്സ് ചെയ്യുള്ളൂ. അതെ, ജോജു മാമിനേക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ്. ഡെഫിനറ്റായിട്ട് ഞാൻ പ്രായം കുറഞ്ഞതിനല്ല, ആ സ്ഥാനത്തിനാണ്. ഇവൻ ശശിയേട്ടനെ പോലും ലൊക്കേഷനിൽ സാറിനാണ് വിളിക്കുന്നത്. ശരിക്കും സർ എൻ്റെ പൊസിഷൻ എന്തിനാ എൻ്റെ മോൻ അസോസിയേറ്റ് ചെയ്തപ്പോഴും സർ ഓക്കെ ആണോ പൊസിഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അത് അവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. നമ്മൾ അത് ബഹുമാനിക്കണം. ഡയറക്ടേഴ്സിനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. ഒരുപാട് പേര് പറയും ചേച്ചി പേര് വിളിക്കുന്നു, അവന് അല്ല, അത് ഒരു സാറാണ്. അപ്പം അത് ഞാൻ ഈ സാറിന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ചോദ്യം വന്നത്. അതാണ്. എവിടെ വെച്ചാ കഥ പറയുന്നത്? എത്ര നേരം കൊണ്ട് കഥ പറഞ്ഞു മാം? എങ്ങനെ, എന്തുകൊണ്ടോ ഓക്കെ പറഞ്ഞു? ഇവിടെ വെച്ചാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടി കാത്തിരുന്ന് ITസിൽ താമസിച്ചു. പുള്ളി എന്നെ കണ്ടിട്ടാണ് വീണ്ടും കൊച്ചി പോവാൻ പോയത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു. അപ്പോൾ മോനും ഉണ്ടായിരുന്നു. മോന് നല്ല കഥാപാത്രം അമ്മ ചെയ്യണം. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും നല്ല ഇല്ലെങ്കിലും ഞാൻ ചെയ്തേനെ, പുള്ളി വന്ന് വിളിച്ച രീതിക്ക് എന്ന് പറഞ്ഞു. അല്ല, അത് ഭയങ്കര ഇഷ്ടമായി കഥാപാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു പടം എനിക്ക് അറിയണ്ട, പടം മുഴുവനും കഥ എന്താണെന്ന് എനിക്കറിയണ്ട, എൻ്റെ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞാൽ മതി. അതാണ് എപ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, എൻ്റെ കഥാപാത്രം എന്താണെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി എന്നേ പറയുന്നുള്ളൂ. ഗിരിയുടെ അമ്മ, ഗിരി എന്തുകൊണ്ടാണ് ഇത്രയും ശക്തിയുള്ള ഒരു മനുഷ്യനായതിൻ്റെ കാരണം ഗിരിയുടെ അമ്മയാണ്. പണിയിലെ ഗിരിയുടെ അമ്മ. അതെ. അപ്പോൾ ഗിരിയുടെ അമ്മ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ, അതായത് കുറുകിയ വാക്കുകളെ സംസാരിക്കുന്നുള്ളൂ. പക്ഷെ സംസാരിക്കുന്നതൊക്കെ തിയേറ്ററിലെ പഞ്ചാണ്. മാമിന്റെ സീൻസിനൊക്കെ ഭയങ്കര കയ്യടിയാണ്. ഈ പഞ്ച് ഡയലോഗ് പറയുന്നവരെയാണ് ഞാൻ അടിച്ചോളാം. അതായത് ട്രെയിലറിൽ തന്നെയുള്ളൊരു വരി ഉണ്ടല്ലോ, അവന്മാരെ നിന്റെ കൈ കിട്ടും ചതച്ചേക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് വളരെ റയർ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഗിരിയുടെ അമ്മയാവുന്നത്? ചിലർ പറയും, ഡയറക്ടേഴ്സ് പറയും നിങ്ങൾ അഭിനയിച്ചോളൂ എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഒരു ഡയറക്ടറുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ കഥാപാത്രം നമ്മൾ ഏറ്റെടുക്കണം, അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പം ഒരു ഡയറക്ടറിന് മാത്രമേ അറിയുള്ളൂ ആ കഥാപാത്രത്തിൻ്റെ ലെങ്ത് എന്താണ്, അതിൻ്റെ വെർത്ത് എന്താണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ ഒക്കില്ല. അത് പുള്ളിക്കാരൻ അസാധ്യമായിട്ട് പറഞ്ഞു തന്നെനിക്ക്. ചേച്ചി എനിക്ക് ഇങ്ങനെ വേണം, ചേച്ചി എനിക്ക് ഇങ്ങനെ വേണം, ചേച്ചി എനിക്ക് ഇങ്ങനെ. ഞാൻ ഓരോന്ന് ചെയ്ത് കാണിക്കും. ഇത് അല്ലേ ചേച്ചി അങ്ങനെയല്ലേ ചേച്ചി, ഇങ്ങനെ വേണം, നാച്ചുറലായിട്ട് പറഞ്ഞേക്ക്, അങ്ങനെ ചേച്ചി എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ പറയുള്ളൂ പുള്ളി. അപ്പോൾ അത് പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാൽ അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഡയറക്ടേഴ്സ് ആക്ടർ അല്ല എല്ലാ കാലത്തും? ഡെഫിനറ്റായിട്ടും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ മാമിൻ്റേതായിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്. എനിക്ക് മൊത്തം പറയാൻ പറ്റില്ല, കാരണം പടം കാണാൻ കുറേ വെയിറ്റിംഗ്.
കുറച്ചായാലോ അങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്തിട്ട്, അതായത് കുറച്ചാളുകളെ ഞാൻ ബാക്കി പറയുന്നില്ല. അപ്പോൾ അത് കുറച്ചു കാലത്തിന് ശേഷം ചെയ്തതിന്റെ ഒരു അത് ഞാൻ എനിക്ക് പറഞ്ഞ രീതി വേറെയാണ്, എടുത്ത രീതി വേറെയാണ്. അപ്പൊ പറഞ്ഞ രീതിനേക്കാളും എടുത്ത രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് സീമയ്ക്ക് പഠിപ്പിക്കണ്ട, അപ്പൊ അതുകൊണ്ട് ചെയ്തോളൂ. മനസ്സിലായ? അതാണ്. മാമിനെ പറ്റിയിട്ട് ദീദി ദാമോദരൻ എഴുതിയ പുസ്തകത്തിൽ പറയുന്നൊരു വരിയുണ്ട്, അതായത് ഈ പ്രപഞ്ചത്തെ മൊത്തം പ്രകാശാക്കുന്ന പോലത്തെ ഒരു ചിരിയാന്ന്. എത്രയോ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ വലിയ വലിയ അവതാരകരിരുന്ന് ചോദിക്കുമ്പോഴൊക്കെ അവർ എളുപ്പത്തിൽ അവരുടെ ആ മോനെ ഒടിച്ച് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു ചിരി ഉണ്ടാവും. എങ്ങനെ പറ്റുന്നത്? ചേട്ടാ കേട്ടോളൂ, എന്താ വേണ്ടെന്ന് പറയും. നല്ലതല്ലേ? അതെ, ഗംഭീരാണ് ആ ആറ്റിറ്റ്യൂഡ്. ചിരിച്ചങ്ങ് ആൾക്കാർ തീർത്തളയും. അങ്ങനെയല്ല, അതങ്ങനെ ആയിപ്പോയതാണ്. അല്ലാതെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് എനിക്ക്. അത് എല്ലാവരും പറയും, ഞാൻ ഉള്ളപ്പോഴും സീമേച്ചി ഉണ്ടെങ്കിൽ അത് ആ സ്ഥലം ഒരു പോസിറ്റീവാണെന്ന്. അതിനെ കീപ്പപ്പ് ചെയ്യാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നല്ലൊരു പ്ലസന്റ് അല്ലേ അത്? നല്ല വാക്കാണ് അത് കേൾക്കാൻ. ഹാപ്പി പേഴ്സൺ ആണ് സീമേച്ചി. അതെ. കമൽ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്, കമലഹാസൻ, നമ്മളൊരു ജീവിതം ഒരു ട്രെയിനാണ്. ഇറങ്ങേണ്ടവർ ഇറങ്ങും, കയറേണ്ടവർ കയറും, പക്ഷെ അവസാനം എവിടെ പോയി നിൽക്കണോ അത് നിൽക്കും. അത് ഇതാണ് ജീവിതം. ഓ, ബ്യൂട്ടിഫുൾ. ഓക്കെ. എനിക്ക് മാമിൻ്റെ ഇഷ്ടമുള്ളൊരു ജീവിതത്തിലൊരു ബന്ധം മാമും കമൽ സാറും തമ്മിലുള്ളതാണ്. അതെ. കമൽ സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്, നിങ്ങൾക്കൊക്കെയാണ് സീമ, എനിക്ക് ശാന്തിയാണ്. ഞാനിപ്പോഴും ഫോണിൽ ഇപ്പോൾ ഒരു സംഭവം നടന്നു. ഈ പടം ജോജു സാറ് കമലിനെ ഇട്ട് കാണിച്ചിരിക്കുന്നു. അപ്പം ഇതെനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ പണിയെന്ന് പറഞ്ഞ പടം കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? മുഴുവനും കണ്ടോ? ആ, ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? നീ അസലായിരുന്നു. ധാരപ്പ എന്നെ നീ എന്ന് വിളിക്കുന്നേ എന്നെങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ആരാന്ന് പറഞ്ഞാൽ കൊള്ളാം. നിനക്ക് എൻ്റെ വോയിസ് പോലും മനസ്സിലായില്ലേ? എനിക്ക് വയസ്സായതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞു, വയസ്സായോ ഇല്ലയോ, ഫോണിൽ ആരാന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ ഒക്കുള്ളൂ എന്ന്. എൻ്റെ പേര് കമലഹാസൻ എന്നാണ് പറയുന്നത്. ഞാൻ ഞെട്ടി അങ്ങ് എണീറ്റു. ഞാൻ പറയും, കമൽക്കുട്ടി എന്ന് പറഞ്ഞ് എണീറ്റു ഞാൻ. നിനക്ക് എൻ്റെ വോയിസ് മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചു. അറിഞ്ഞില്ല ഞാൻ, സോറി എന്ന് പറഞ്ഞു. അസലായിരുന്നു. നിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അമ്മയായിട്ട്. നിന്നെ ഒരു കുട്ടിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു അമ്മയായിട്ട്, പക്ഷെ നീ അസലായി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ, എനിക്ക് കമലിൻ്റെ അടുത്ത് ഇപ്പോൾ ആ ആൻസർ എനിക്ക് മറുപടി കേട്ടപ്പോൾ ഭയങ്കര എന്തോ ഒരു കോടി അവാർഡ് കിട്ടിയ ഒരു ഫീലിംഗ്. പുള്ളിൻ്റെ വായിന്നൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് കട്ട് ചെയ്തപ്പം ഞാൻ വെച്ചു, ഫോൺ വെച്ചു. പുള്ളി നിനക്ക് അവർക്കൊക്കെ നീ സീമയാണ്, പക്ഷേ എനിക്ക് ശാന്തി എന്നാണെന്ന്. ഞാൻ പറഞ്ഞത് അറിയാമല്ലോ എനിക്ക് എപ്പോഴും. എന്നിട്ട് പുള്ളി വെച്ചു. പിന്നെ ഒന്ന് ജോജു സാർ വിളിച്ചു. ജോജു പറഞ്ഞു, അയ്യോ എന്തോ ചേച്ചി പറയുന്ന പുള്ളിക്കാരൻ സീമേച്ചിനെ. ഞാൻ പറഞ്ഞു, പുള്ളി അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ്. അതൊരു സന്തോഷമായ ഒരു വാക്കായിരുന്നു എനിക്ക്. ഫോൺ കോളായിരുന്നു അന്ന്.